യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ ഇടം എവിടെയാണ്? അങ്ങനെയാണ് ചോദ്യത്തിൻ്റെ തുടക്കം. മകളായിരിക്കുമ്പോൾ പോലും ഇത് നിൻ്റെ വീടല്ല, കെട്ടിച്ചു വിടേണ്ടവളാണ് എന്ന് കേട്ട് വളർന്നു. വിവാഹം കഴിഞ്ഞ് കയറി ചെന്ന വീട്ടിൽ ഇത് നിൻ്റെ വീടല്ല, നീ വന്നു കയറിയവളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നിൻ്റെ വീട്ടിൽ പോ എന്ന് ആട്ടി ഓടിക്കും. ജനിച്ചു വളർന്ന് സ്വന്തമെന്ന് പറയപ്പെടുന്ന വീട്ടിൽ ചെന്നാൽ നിന്നെ കെട്ടിച്ചയച്ചതല്ലേ, നാണക്കേടുണ്ടാക്കാൻ വന്നതാണോ, ക്ഷമിച്ചു നിന്നൂടെ എന്ന് ചോദിക്കും. എവിടെയാണ് പെണ്ണിൻ്റെ ഇടം? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഈ ഖുർആനിൽ പറയണ്ടല്ലോ, അർ റിജാലു ഖവ്വാമൂന അലൻ നിസാ. എന്താണ് അതിൻ്റെ അർത്ഥം? സ്ത്രീകളെ എന്താണ് കൈകാര്യം ചെയ്ത് നോക്കി നടത്താൻ അതിൻ്റെ കടമ ആർക്കാണ്? ഒരു പുരുഷനിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഒരു സ്ത്രീ അനാഥയല്ല, അവൾക്ക് എപ്പോഴും ഒരു പുരുഷൻ ഉണ്ട്. അപ്പോൾ കല്യാണം കഴിയുന്നവരെ വാപ്പയാണ്. അപ്പോൾ ഇതെൻ്റെ വീടല്ല അറിയാൻ പറ്റില്ല. അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, സംരക്ഷണം കൊടുക്കേണ്ടത് വാപ്പൻ്റെ കഴിവ്. ആ വാപ്പ കൊടുക്കുന്ന സൗകര്യങ്ങളിലാണ് അവൾ ജീവിക്കുന്നത്. അത് അവളുടെ വീട് തന്നെയാണ്. ആ വാപ്പയും അമ്മയും മരിച്ചാലും അവൾക്ക് അവിടെ എന്തുണ്ട്? ഒരവകാശമുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ അവൾ വിവാഹം കഴിയുന്നത് വരെ അവളുടെ വീട് എവിടെ തന്നെയാണ്? വിവാഹം കഴിഞ്ഞാലും അവളുടെ വീടാണത്. അത് ആങ്ങളമാർക്ക് ആർക്കെങ്കിലും പങ്കുവെച്ച് അനന്തരാവകാശമായി കൊടുക്കുന്നത് വരെ അവളുടെ വീടാണത്. ഭർത്താവിന് ഡൈവേഴ്സ് ചെയ്യാലോ, അവൾ എങ്ങടെ പോവുക? അവൾ ആ വീട്ടിലേക്കാ തിരിച്ചു പോവുക, ആ വലിയൻ്റെ അടുക്കിലേക്കാ തിരിച്ചു പോവുക. ആരാണോ വിവാഹം ചെയ്ത് അയച്ചത് അയാളിലേക്ക് തിരിച്ചു പോകും. മനസ്സിലെ? അതല്ലെങ്കിൽ വാപ്പല്ലെങ്കിൽ ആ വീടിനൊരു നാഥൻ ഉണ്ടാകും. അതൊരാണായിരിക്കും, ജ്യേഷ്ഠനാവാം, അനുജനാവാം. അയാളുടെ സംരക്ഷണത്തിൽ അവൾ ജീവിക്കും. വിവാഹം കഴിഞ്ഞാലോ ഭർത്താവാണ്. അപ്പം ആ ഭർത്താവ്, അപ്പോൾ അവൾ വീട്ടിൽ പോയി താമസിക്കുകയാണെങ്കിലും അത് ഭർത്താവിൻ്റെ അനുവാദത്തോടെയും സമ്മതത്തോടെയും സംരക്ഷണത്തിലാണ് അവിടെ താമസിക്കണത്. മനസ്സിലായി? അപ്പോൾ അവൾക്ക് അവിടെ താമസിക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവൾ ആരോടാ പറയേണ്ടത്? ഭർത്താവിനോട്. എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അയാൾ അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. അവൾ വീട്ടിൽ പോകണ്ട, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ വീട്ടിൽ പോകണത്? വീട്ടിലേക്ക് ആവശ്യമില്ലെങ്കിൽ എന്തിനാ പോകണത്? ശരി. അപ്പോൾ അവിടെ ഒരു ഗാർഡിയൻ ഉണ്ട്, അയാൾ ഉത്തരവാദി. അപ്പോൾ എവിടെ ഒരു സ്ത്രീ വിഷമം അനുഭവിക്കുന്നുവോ അവിടെ ഒരു പുരുഷൻ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ത്രീ സങ്കടപ്പെടുന്നുവെങ്കിൽ ആ കണ്ണീരിൽ ഒരു പുരുഷന് പങ്കുണ്ട്. അത് വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ വാപ്പയ്ക്ക് പങ്കുണ്ട്, വിവാഹം കഴിഞ്ഞവളാണെങ്കിൽ ഭർത്താവിന് പങ്കുണ്ട്. അപ്പോൾ ഇവളീ പറയുന്ന വേദനകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ തനിക്കൊരിടമുണ്ടെന്ന് പോലും ആ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ വിവാഹം കഴിച്ചവൻ എന്ത് ചെയ്തിട്ടില്ല? സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഇടം എവിടെയെന്ന് ചോദിക്കുന്നത്. അതല്ലാതെ ഇത് മതപരമായൊരു കൺഫ്യൂഷൻ അല്ല, മറിച്ച് എന്താണ്, അവളുടെ അനുഭവത്തിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. കാരണം ഭർത്തൃ വീട്ടിൽ അവൾക്ക് സ്ഥാനമില്ല, സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ ജീവിക്കുന്ന കാലത്ത് വാപ്പയും ഉമ്മയും അവളെ ഒരു മകളായി പൂർണ്ണമായും ഇത് നിൻ്റെ വീടാണ്, നീ ഇവിടെയുണ്ട് എന്നൊരു ഫീലിംഗ് അവൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. അവിടെയൊക്കെ സംരക്ഷിച്ചവരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളിൽ നിന്ന് ഉണ്ടായ ചോദ്യമാണിത്. അവൾക്കൊരിടമുണ്ട്, എന്നും അവൾക്കൊരിടമുണ്ട്. അതെ. അപ്പോൾ അത് ഇസ്ലാമിലെ സ്ത്രീയുടെ ഇടത്തെക്കുറിച്ചുള്ള ചോദ്യം അവരുടെ അനുഭവത്തിൽ നിന്നുള്ള ചോദ്യമാണ്.